ശബരിമല വിമാനത്താവളത്തിനായി സ്ഥലം ഏറ്റെടുക്കാൻ സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള ഉത്തരവാണ് റദ്ദ് ചെയ്തത്. വിഷ്ണു സുരേഷുണ്ട് കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ വിശദാംശങ്ങളുമായി. വിഷ്ണു, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നടപടി? വിഷ്ണു, ശബരിമല വിമാനത്താവള നിർമ്മാണവുമായി സർക്കാർ മുന്നോട്ട് പോവുകയായിരുന്നു. അതിന്റെ ആദ്യപടിയായാണ് സ്ഥലം ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കിയത്. ചെറുവള്ളി എസ്റ്റേറ്റും അതിന് പുറത്തുള്ള സ്ഥലവുമായ 2570 ഏക്കർ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത്. പക്ഷേ അതിൽ ഹൈക്കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുകയും ആ വിജ്ഞാപനം റദ്ദ് ചെയ്തിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം എയർപോർട്ട് ഓഫ് ഇന്ത്യ അതോറിറ്റി വ്യക്തമാക്കുന്നത് വലിയ വിമാനങ്ങൾ ഇറങ്ങുന്ന സ്ഥലത്ത് പോലും എയർപോർട്ടുകൾക്ക് പോലും 1200 ഏക്കർ സ്ഥലം മതി. പക്ഷേ ഇവിടെ അതിൽ കൂടുതൽ സ്ഥലമാണ് സർക്കാർ ഏറ്റെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. സർക്കാർ പറയുന്ന ഒരു വാദം ഭാവി വികസനം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ സ്ഥലം വേണമെന്നുള്ളതായിരുന്നു സർക്കാർ മുന്നോട്ട് വെച്ചത്. പക്ഷേ എന്താണ് ആ ഭാവി വികസനം എന്ന കാര്യം ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ല. ഒപ്പം സാമൂഹ്യാഘാത പഠനവുമായി ബന്ധപ്പെട്ട് കാര്യമായ ഗൗരവം പുലർത്തിയിട്ടില്ല എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. ആ പശ്ചാത്തലത്തിൽ പുതിയ ഒരു ടീമിനെ നിയോഗിച്ചുകൊണ്ട് സാമൂഹ്യാഘാത പഠനം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ ഈ ഡാം മാനേജ്മെന്റ് അറിയാവുന്ന ആളുകളും അതോടൊപ്പം വിമാനത്താവളത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സാമൂഹ്യാഘാത പഠനം നടത്താനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്, ശരി. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.